പുതിയ ടൈഗൺ വന്നെങ്കിലും ഇതിൻ്റെ സ്വന്തം സഹോദരൻ തന്നെ ഇതിനൊരു പണിയാവും എന്ന് നിങ്ങൾ വിചാരിച്ചോ? നമുക്ക് ടൈഗണും അതുപോലെ പുതിയ കുഷാക്ക് ഫേസ് ലിഫ്റ്റും നമ്മളിന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? കാരണം രണ്ടിനും ഈ അടുത്താണ് ഫേസ് ലിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. കുറേയൊക്കെ സിമിലർ ആണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതല്ലാതെ ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുഷാക്കിന് ഒരു ഇത്തിരി 8 mm ലെങ്ത് കൂടുതലുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഫീച്ചേഴ്സിൽ എനിക്ക് ആകെ ടൈഗണിൽ എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നിയത് നമ്മുടെ ഇലൂമിനേറ്റഡ് ഫ്രണ്ടിലുള്ള ഫോക്സ്വാഗൻ ലോഗോ ആണ്. സ്കോഡയിൽ കണക്റ്റഡ് ചെയ്യാറുണ്ടെങ്കിലും ഇലൂമിനേറ്റഡ് ലോഗോ ഇല്ല ഫ്രണ്ടിൽ. അല്ലാതെ കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ പുതിയ 10.25 ഇഞ്ചസിന് ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ, അതുപോലെ പുതിയ UI ഉള്ള സെയിം സൈസുള്ള 10.1 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ. പിന്നെ നമുക്ക് പാനോറാമിക് സൺറൂഫ് ഇപ്പോൾ ഈ 2 പുതിയ വാഹനങ്ങളിലും കിട്ടുന്നുണ്ട്. അതല്ലാതെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, വയർലെസ് ചാർജർ ആയിക്കോട്ടെ, ആൻഡ് ഫ്രണ്ടിലെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അങ്ങനെ സാധനങ്ങളെല്ലാം കോമൺ ആണ്. ഈവൻ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഓട്ടോ AC, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കോമൺ ആണ്. ഇനി കുഷാക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ കിട്ടുന്നത് നോക്കാം. ഡിസൈൻ ഒബ്വിയസ്ലി വ്യത്യാസമുണ്ട്. അതല്ലാതെ മെയിൻ ചേഞ്ച് വരുന്നത് റിയർ സീറ്റ് മസാജിങ്ങിൻ്റെ കാര്യത്തിലാണ്. അതവർ എന്തുകൊണ്ടാണ് ടൈഗണിൽ കൊടുക്കാത്തതെന്ന് അറിയില്ല. ഈ വണ്ടിയിൽ പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ആകെ ഉള്ളൊരു മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. അതും ടൈഗണിൽ അവർ എടുത്ത് കളഞ്ഞു. അതുമൊക്കെ എന്തിനാണെന്ന് അറിയില്ല. ഇതൊന്നും അല്ലാതെ ബേസ് മോഡൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. കുഷാക്കിന് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 16 ഇഞ്ച് അലോയ് വീൽസ്, ഇലക്ട്രിക് സൺറൂഫ്, ഓട്ടോ ഡിമിംഗ് എയർ വീംസ് ആയിക്കോട്ടെ, പിന്നെ ഈവൻ റെയിൻ സെൻസിങ് വൈപ്പർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ബേസ് മോഡൽ പോലെ തന്നെ കിട്ടുന്നുണ്ട്. ടൈഗണിൽ കുറച്ച് സാധനങ്ങൾ, അതായത് റിയർ വൈപ്പർ, ഓട്ടോ AC, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല. സോ അത് കുഷാക്കിൽ 10.69 lakhs പോലെ നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ടൈഗണിൻ്റെ പ്രൈസ് ആയാലും കുറവാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ടൈഗണിൻ്റെ പ്രൈസ് എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ഇനി അതല്ലാതെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ രണ്ടിലും സെയിം ആണ്. 1.5 TSI, 1 ലിറ്റർ TSI, രണ്ടിലും പുതിയ 8 സ്പീഡ് ടോക്കൺ മീറ്റർ 1 ലിറ്റർ TSI ഉണ്ട്. അതല്ലാതെ 6 സ്പീഡ് മാനുവൽ ഉണ്ട്. പിന്നെ 1.5 TSI 7 സ്പീഡ് DSG തന്നെയാണ് രണ്ടിലും വരുന്നത്. പ്രൈസിൻ്റെ കേസ് നിങ്ങൾക്ക് കുഷാക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇവിടെ കാണാം. ഏകദേശം ഇത് അല്ലെങ്കിൽ ഇതിലും കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് ടെക്നിക്കലി ടൈഗണിൽ വരേണ്ടത്. പക്ഷേ ഫീച്ചേഴ്സ് ഒക്കെ കുറവായ സ്ഥിതിക്ക് അവർ അറ്റ്ലീസ്റ്റ് സെയിം പ്രൈസിങ്ങിലും വെക്കായിരുന്നു വളരെ നല്ലതായിരുന്നു. എനിവേ ഈ 2 വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? പുതിയ കുഷാക്കാണോ അതോ ടൈഗൺ ആണോ എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കുക.